കടുകുമണിയുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, കടുകുമണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മാങ്ങയിട്ട മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി മാങ്ങ, തക്കാളി, പച്ചമുളക് എല്ലാം മീനിലേക്ക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങയും ചേർത്ത് അരച്ച് തിളപ്പിക്കണം. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. മാങ്ങയിട്ട മീൻകറി ഒരു പ്രത്യേക രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്യാത്തവരാരും ഉണ്ടാവില്ല, എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല കുറുകിയ മീൻകറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി മാങ്ങാക്കാലമായതോടെ നമുക്ക് മാങ്ങയിട്ട് എത്ര വേണമെങ്കിൽ ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് അവിയലാണ്. അതിനായി എല്ലാ പച്ചക്കറികളും മുറിച്ച് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ്, മുരിങ്ങാക്കായ്, വെള്ളരിക്ക, പച്ചമുളക്, കായ്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. അപ്പോഴേക്കും നമുക്ക് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് ഒതുക്കിയെടുക്കുകയാണ്. അത് നമ്മുടെ വെന്ത പച്ചക്കറിയിലേക്ക് ചേർക്കുകയാണ്. നന്നായി ഇളക്കി ചേർത്തു. അവിയലൊക്കെ ഒരു സദ്യ സ്റ്റൈൽ അവിയലൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതുപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. അപ്പോൾ കുറച്ച് തൈരും കൂടി ചേർത്തു. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് ഇളം ചൂടിൽ മാത്രമാണ് ഞാൻ തിളപ്പിക്കുന്നത്. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് നമ്മുടെ അവിയൽ റെഡിയാണ്. ഇവിടെ ഏട്ടൻ ചീര നടാൻ വേണ്ടിയിട്ട് മണ്ണ് കിളയ്ക്കുകയാണ്. അപ്പോൾ യാദൊയിച്ചും കൂടി സഹായിക്കുകയാണ് അവിടെ നിന്നിട്ട്. അപ്പോൾ നല്ല പാറ പോലത്തുള്ള മണ്ണാണ്. അപ്പോൾ അത് കിളച്ചെടുക്കുകയാണ്. ഇച്ചും പോയി സഹായിക്കുന്നുണ്ട്. അവിടെ ചീര വിത്ത് നട്ട് അതിലേക്ക് വളമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എന്നും വെള്ളം നനച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം നനയ്ക്കാൻ ഇവിടെ ഇച്ചെപ്പോൾ അടിയാണ്. ഞാൻ നനക്കാൻ എന്നിട്ട് അവൻ നനയ്ക്കുന്നുണ്ട്. ഇനി അവിടെ നിന്ന് കുറച്ച് വളർന്നിട്ട് വേണം മാറ്റി നടാൻ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇച്ചുവിന് ചെയ്യാൻ ഇഷ്ടമാണ്. അവൻ ചെയ്യുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് പിന്നെ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. യാദവും കൂടി അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഞങ്ങൾ മഞ്ഞൾ കളച്ചത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനി പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ചെമ്പിലൊക്കെ വെള്ളം നിറച്ച് ഇനി അത് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ കല്ലൊക്കെ വെച്ച് ഏട്ടൻ അടുപ്പ് കൂട്ടുകയാണ്. ഇനി വേവിച്ചെടുക്കുക ഒരു പണിയാണ്. കുറച്ച് മഞ്ഞൾ ഈ പ്രാവശ്യം കിട്ടിയിട്ടുള്ളൂ. ഇനി അത് നന്നായി പുഴുങ്ങിയെടുത്ത് ഉണക്കി വയ്ക്കണം. പുഴുങ്ങിയതിന് ശേഷം മുകളിൽ ഞാൻ വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. നന്നായി ഉണക്കിയെടുത്താൽ മാത്രമേ നല്ല മഞ്ഞൾപ്പൊടി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതെന്നും രാവിലെയും വൈകുന്നേരവും ഇതിന് വെയിലിൻ്റെ ചൂടേൽക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം. ഓക്കെ, ബൈ.